നൂറുകണക്കിന് ഒലീവ് റിഡ്ലി കടലാമക്കുഞ്ഞുങ്ങളെ കടലിലേക്ക് തുറന്നുവിട്ടു. സമുദ്ര സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തമിഴ്നാട് വനം വകുപ്പാണ് കടലാമക്കുഞ്ഞുങ്ങളെ തുറന്നുവിട്ടത്. തൂത്തുക്കുടി ജില്ലയിലെ തീരദേശങ്ങളിൽ വനംവകുപ്പ് ഒരുക്കിയിരുന്ന കൃത്രിമ ഹാച്ചറികളിൽ വിരിഞ്ഞ കുഞ്ഞുങ്ങളെയാണ് തിരമാലകളിലേക്ക് വിട്ടത്. ഇവയുടെ പ്രജനനത്തിനായി തൂത്തുക്കുടി ജില്ലയിലെ മനപ്പാട്, കുലശേഖരപട്ടണം എന്നീ തീരങ്ങളിലായി വനംവകുപ്പ് പ്രത്യേക ഹാച്ചറികൾ സ്ഥാപിച്ചിരുന്നു. കടൽ തീരങ്ങളിൽ നിന്ന് ആമമുട്ടകൾ സുരക്ഷിതമായി സംരക്ഷിക്കാനായി വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വോളണ്ടിയർമാരും ചേർന്ന് ശേഖരിച്ച് ഹാച്ചറികളിലേക്ക് നേരത്തെ മാറ്റിയിരുന്നു. ഓരോ വർഷവും ഡിസംബർ മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിലാണ് ഒലീവ് റിഡ്ലി കടലാമകൾ തമിഴ്നാട് തീരത്ത് മുട്ടയിടാനെത്തുന്നത്. സമുദ്ര ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നവയാണ് ഈ ആമകൾ. ഇവയുടെ വംശനാശം തടയുന്നതിനായി വനംവകുപ്പിനൊപ്പം തദ്ദേശീയരായ മത്സ്യത്തൊഴിലാളികളും സജീവമായി രംഗത്തുണ്ട്. സംരക്ഷിത വിഭാഗത്തിൽപ്പെടുന്നവയാണ് ഒലീവ് റിഡ്ലി ആമകൾ. 45 മുതൽ 60 ദിവസം വരെയാണ് മുട്ട വിരിയാനെടുക്കുന്ന സമയം. വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾ പ്രകൃതിദത്തമായ വെളിച്ചം നോക്കി കടലിലേക്ക് നീങ്ങും. ഈ പ്രവൃത്തിയിലൂടെ കടലാമകളുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. In the heart of Malappuram, with traditions weave seamlessly into modernity, KMT tells a story of unity. Redefining beauty, transforming generation. KMT Silks, Perinthalmanna and Kottakkal.